Hello, beautiful souls. Welcome back to One Team in School. Welcome back to the English Lab. വൺ ടീം സ്കൂളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് മറ്റൊന്നുമല്ല, നമ്മളുടെ ദി ഇംഗ്ലീഷ് ലാബിനെയാണ്. എന്താണ് ഈ പ്രോജക്ട്, ഇംഗ്ലീഷ് ലാബ് എന്ന് പറയുന്ന പ്രോഗ്രാം എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ക്വിക്ക് ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് തരിക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. എന്താണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ പറയുന്നത്. ഓൾറൈറ്റ്, വാട്ട് വി ആർ ഗോയിങ് ടു ഡു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇസ് ദേർ. അതായത് ഒരു ഭാഷ പഠിക്കുക എന്ന് പറയുന്നത് കുറച്ച് എഫേർട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. നമ്മൾ കുറച്ചധികം എഫേർട്ട് ഇടണം, നമ്മൾ നല്ല കഷ്ടപ്പെടേണ്ടി വരും. നമ്മൾ നല്ലോണം എഫേർട്ട് ഇട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് അതിന്റെ ബേസിക് റൂൾസ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിന്റെ ഒരു ഫ്ലുവൻസിലേക്ക് എത്തുന്നതിന് കുറച്ച് സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അതിന് നല്ലൊരു ബേസ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ, റെലവെന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ ഇംഗ്ലീഷ് പോലുള്ള ഒരു ഭാഷ എന്ന് പറയാൻ പ്രത്യേകിച്ചുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ദ്രവീഡിയൻ ലാംഗ്വേജ് സംസാരിക്കുന്ന ആളാണ്. മലയാളം, തമിഴ് അങ്ങനെയൊക്കെയുള്ള ലാംഗ്വേജസ് ഒക്കെ ദ്രവീഡിയൻ ലാംഗ്വേജസിൽ വരുന്ന തരത്തിലുള്ള ഭാഷയാണ് അല്ലെ, സൗത്ത് ഇന്ത്യൻ ഭാഷയാണ്. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഇൻഡോ യൂറോപ്യൻ, ഇറ്റ്സ് എ ഡിഫറെന്റ് ലാംഗ്വേജ് ഫാമിലിയിൽ വരുന്ന ഒരു ഭാഷയാണ്. അപ്പൊ നമുക്കത് പഠിച്ചെടുക്കുക എന്ന് പറയുന്നത്, നമ്മൾ ജനിച്ചു വീണത് ചിലപ്പം ആ ഒരു കാറ്റഗറിയിലോ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയണ്ടേ, ആ ഒരു ലാംഗ്വേജ് സ്പീക്കിംഗ് ഏരിയയിൽ അല്ലാത്തത് കൊണ്ട് നമുക്കത് എക്സ്ട്രാ ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരും. അപ്പൊ ആ ഒരു എൻവയൺമെന്റ് നമുക്ക് വളരെ റെലവെന്റ് ആയിരിക്കും. ചില സമയത്ത് നമുക്കത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതെങ്ങനെ പഠിക്കും? ആ സമയത്ത് നമുക്ക് അതിന്റെ ബേസിക്സ്, റൂൾസ്, കാര്യങ്ങൾ, ഗ്രാമർ, എലമെന്റ് ഒക്കെ നമ്മൾ പഠിച്ചിരിക്കണം. അതിനു വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആയിരിക്കും ദ ഇംഗ്ലീഷ് ലാബ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, ലൈക്ക് ഒരു ബിഗിനർ ആണെങ്കിലും ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ, അഡ്വാൻസ്ഡ് എന്നുള്ളതിനെക്കാട്ടിലും ഒരു ബിഗിനറിനെയാണ് നമ്മൾ കൂടുതലും എന്താ പറയുന്ന ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. കാരണം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതലേ നമ്മൾ ചെയ്യുന്നുണ്ടാവും. ബേസിക് ഗ്രാമർ ഡീറ്റെയിൽസ്, വൊക്കാബുലറി. എന്താണ് വൊക്കാബുലറി എന്ന് പറഞ്ഞാൽ? വൊക്കാബുലറി എന്ന് പറഞ്ഞാൽ വാക്കുകളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് വൊക്കാബുലറി എന്ന് പറയാം അല്ലെ. പദസമ്പത്ത് എന്ന് പറയും. മലയാളത്തിൽ ഇപ്പൊ നമുക്ക് ഒരു വാക്ക്, കഷ്ടം എന്ന് പറയുന്ന ഒരു വാക്ക്, ഓക്കെ, ആ വാക്കിന് പകരം ആ വാക്ക് തന്നെ വേണ്ടേ? അതിന് പകരം ഇഷ്ടം എന്ന് ഉപയോഗിച്ചാൽ അയ്യോ ഭയങ്കര ഇഷ്ടമായി പോയിട്ടോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഭയങ്കര കഷ്ടമായി പോയി എന്ന് പറയാൻ നമ്മൾ ഭയങ്കര കഷ്ടമായി പോയി എന്ന് തന്നെ പറയണം. അപ്പൊ ആ ഇനഫ് വേർഡ്സ് നമുക്ക് ഉണ്ടാവാതെ ഏത് ലാംഗ്വേജിലായാലും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊക്കെയും ഫോക്കസ് ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരിക്കും ഇത് ഇംഗ്ലീഷ് ലാബ്. ഇപ്പൊ ഇവിടെ ബേസിക്കലി നടക്കുന്നത് എന്താണ്? ലാംഗ്വേജ് ലേണിങ്ങിനെ ഒരു ലേണറിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. സോ അങ്ങനെയുള്ള കുറെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ്, കോണ്ടന്റ് ഒക്കെ ആയിട്ടായിരിക്കും നമ്മൾ വരുന്നുണ്ടാവുക. സോ തുടങ്ങല്ലേ, സമയം കളയുന്നില്ലല്ലോ. റെഡി സെറ്റ് ഗോ, ഓൺ യുവർ മാർക്ക് എന്നൊക്കെ പറയുന്നത് പോലെ നമ്മൾ ഇതാ തുടങ്ങുകയാണ്. നമ്മുടെ ഇംഗ്ലീഷ് ലേണിംഗ് പ്രോസസ് ഇവിടെ തുടങ്ങുകയാണ്. ഓക്കെ, സോ ഇനി അങ്ങോട്ട് നല്ല നല്ല വീഡിയോസ് റിലേറ്റഡ് ആയിട്ട്, ലൈക്ക് ഇംഗ്ലീഷ് റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇംഗ്ലീഷ് ലാബിലൂടെ വരുന്നുണ്ടാവും ത്രൂ വൺ ടീം സ്കൂൾ. ഡു സബ്സ്ക്രൈബ് ടു വൺ ടീം സ്കൂൾ ഫോർ ഫർദർ ലൈക്ക് അപ്ഡേറ്റ്സ് ആൻഡ് മോർ വീഡിയോസ് ഒക്കെ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് മറന്നു പോവാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ, ദിസ് ഇസ് മീ ഹാരി സൈനിങ് ഓഫ്. ടാറ്റ, ബൈ ബൈ, ഹാവ് എ ഹാപ്പി ലേണിംഗ്.